ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1516 ദിവസമായ ഇന്ന് 2025 ജൂലൈ മാസം 9 ബുധനാഴ്ച. 1200 ആണ്ട് മിഥുനമാസം 25 ഗുരുവചനങ്ങളിലൂടെ ഋജുത്വം, സ്നേഹം, ദയ, മൃദുലത, ധൈര്യം, ലജ്ജ, ധ്യാനം ഇവയാണ് മനഃശുദ്ധിക്ക് നിദാനം. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 31 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്ക് ജ്ഞാനസാരത്തിൻ്റെ ജീവചൈതന്യം പകർന്നു നൽകുന്ന ധ്യാനഗമ്യമായ വിവേക ചൂടാമണി ഇല്ലെങ്കിൽ ലോകത്തിലെ മഹാഗ്രന്ഥശാലകളും സർവകലാശാലകളുമൊക്കെ പഠിപ്പിക്കുന്നത് ചിത്തഭ്രമ കാരണമായ ശബ്ദജാലങ്ങളുടെ ജഡപ്രായമായ മഹാരണ്യം മാത്രമായിരിക്കും. മനുഷ്യൻ്റെ വൃഷ്ടിഗതവും സമഷ്ടിഗതവുമായ എല്ലാ താൽപ്പര്യങ്ങളുടെയും പൊതുവായ കേന്ദ്രമായിരിക്കുന്നത് ആത്മാവാണ്. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ അരുമയായി സൂക്ഷിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും ഉള്ളു തുറന്നു തരുന്ന രഹസ്യ താക്കോലാണ് ആത്മാവ്. 24 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിൽ ജീവിച്ചിരുന്ന പ്രോട്ടഗോറസിൻ്റെ കാലം മുതൽ ഈ തത്വം പാശ്ചാത്യ ലോകത്ത് സുസമ്മതമായി നിലനിൽക്കുന്നു. പ്രോട്ടഗോറസ് പറഞ്ഞു, മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും മാനദണ്ഡം എന്ന്. പുരാതന ഗ്രീസിലുണ്ടായിരുന്ന ദേവവാണി ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലിൽ എഴുതി വച്ചിരുന്നു, മനുഷ്യ നീ സ്വയം അറിയുക എന്ന്. ആധുനിക കവിയായ പോപ്പിൻ്റെ മനുഷ്യരാശിയുടെ ശരിയായ പഠന വിഷയം മനുഷ്യൻ തന്നെയാണ് എന്ന വാക്കുകളിലും ഇതേ ജ്ഞാനത്തിൻ്റെ പ്രതിധ്വനി തന്നെ കേൾക്കാം. ധ്യാനാത്മകമായ മനനമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന അന്തിമമായ ശാസ്ത്രം. ഈ ശാസ്ത്രം അന്തർമുഖമായ ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്നതാണ്. അത് സാർവത്രികവും കാലാതീതവുമായ മാനുഷിക മൂല്യങ്ങളെ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനനുയോജ്യമായ മാതൃകയിലും ഭാവത്തിലും പശ്ചാത്തലത്തിലും വീണ്ടും വീണ്ടും കണ്ടെത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യനെ മനസ്സമാധാനത്തോടും സഹോദര മനുഷ്യനോട് സൗമനസ്യത്തോടും കൂടി ജീവിക്കാൻ ശേഷിയുള്ളവനാക്കി തീർക്കുകയും ചെയ്യുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.